എല്ലാവർക്കും നമസ്കാരം. അന്നയ്ക്ക് വണക്കം, തന്തയ്ക്ക് വണക്കം, ആശാനക്ക് വണക്കം, 18 സിദ്ധറുകൾക്ക് വണക്കം. ഇന്ന് പനിക്കുള്ള ഒരു കഷായമാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ എല്ലായിടത്തും മിക്ക ഒരു വൈറൽ പനി ഇങ്ങനെ വന്ന് എല്ലാരെയും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു കോള് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട, അതാ ഇടാൻ പോവുക എന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പോ ഓക്കെ. അപ്പോ ചാനൽ ഈ പറയുന്നത് പോലെ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രേക്ഷകർ, എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക. അതുപോലെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക. ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ. ഞാൻ ഈ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടിട്ടല്ല. കാരണം നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എപ്പോൾ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നോ ഓട്ടോമാറ്റിക്കലി ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കായിരിക്കും ആദ്യം ഇതങ്ങ് പോകുന്നത്. അല്ലാത്തവർക്ക് നിങ്ങൾ സെർച്ച് ചെയ്ത് എടുക്കേണ്ടി വരും. ചില സമയത്ത് നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടത്തുമില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് ഞാൻ ഏത് വീഡിയോ ഇട്ടാലും ആദ്യം അത് ചെയ്ത ആൾക്കാർക്കായിരിക്കും പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഇതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു വേപ്പ് ഇല ഇരിക്കുന്ന ആ ഒരു ഈർക്കുണ്ടല്ലേ, ഒരു തണ്ട്, ചെറിയ നൈസായിട്ടൊരു തണ്ട്, അതിലാണല്ലോ ഇല അപ്പുറവും ഇപ്പുറവും വരുന്നത്. അത് ഒരു 7 എണ്ണം. കറിയപ്പലയുടെയും ഒരു ഈർക്ക്, അതും ഒരു 7 എണ്ണം. ഇത് രണ്ടും കൂടി ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യുക. ഇല വേണ്ട, രണ്ടിൻ്റെയും ഇല വേണ്ട. അതിൻ്റെ ആ നാര് പോലെ ഇരിക്കുന്ന തണ്ട് മാത്രം മതി. എന്നിട്ട് ഒരു തുണ്ട് ഇഞ്ചി എടുക്കുക. അപ്പൊ ഈ വേപ്പ് ഇതിന്റെ ഈർക്ക് എടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ. ചിലപ്പോൾ അതിനകത്ത് ഈ വലയും ചിലന്തി വലയൊക്കെ കാണും. അപ്പൊ അതൊക്കെ കഴുകി കളഞ്ഞിട്ട് വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ അത്, പിന്നെ ഒരു ചെറിയ തുണ്ട് ഇഞ്ചി, ഒരു ലേശം ജീരകം, ഒരു ലേശം മഞ്ഞപ്പൊടി, 1 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് തിളപ്പിക്കുക. നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച് ഒരു 1/2 ഗ്ലാസ് ആക്കി അങ്ങ് വറ്റിക്കുക. വറ്റിച്ചിട്ട് ഒരു സാമാന്യം തെറ്റില്ലാത്ത തരത്തിലുള്ള ചൂടില് എടുത്ത് ഒറ്റ അടിയങ്ങ് അടിച്ചേക്കുക. വേറെ ഒന്നും നോക്കണ്ട. അതിന് സമയം ഒന്നുമില്ല. ഏത് സമയത്ത് വേണേലും കുടിക്കാം. പിന്നെ കഴിവതും ഈ പനി വരുന്ന സമയത്ത് ഈ കട്ടിയുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കുക. പൊറോട്ട, ഗോതമ്പ്, അതുപോലെ തന്നെ അധികം വേകാത്ത ചോറ്, പിന്നെ ആവിയിൽ വെച്ച വേവിച്ച ആഹാരം നമുക്ക് കഴിക്കാം, കുഴപ്പമില്ല. അത് പെട്ടെന്ന് ദഹിക്കും. അതായത് പെട്ടെന്ന് ദഹിക്കാൻ തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുക, അതിന് കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഈ പറയുന്ന ഗോതമ്പും ഈ മൈദായും, ഇത് രണ്ടും ഡേഞ്ചറാണ്, പെട്ടെന്ന് ദഹിക്കത്തില്ല. ഇത് രണ്ടും നമ്മുടെ മലത്തെ മുറുക്കുന്ന സാധനമാണ്. അതുകൊണ്ടാണ് ഞാനത് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ കഞ്ഞി നന്നായിട്ട് നല്ല ഞെവിടി പിഴിഞ്ഞ്, പണ്ടൊക്കെ നമ്മൾ കുടിക്കുന്നത് ഓർമ്മയില്ലേ, നല്ല ഞെവിടി പിഴിഞ്ഞ് അതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിക്കുന്ന രീതിയിൽ കഴിക്കുക. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ കഷായം ആദ്യം കുടിക്കണം. കുടിച്ചിട്ട് ഒരു നന്നായിട്ട് അങ്ങ് വേർക്കും ഇത് കുടിച്ചു കഴിയുമ്പോഴത്തേക്കും. അപ്പൊ ആ പനി വിട്ടു എന്നാണ് അതിന്റെ സാരം. ഒരു 3-4 പ്രാവശ്യം കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് പനിയൊക്കെ പറക്കും. വൈറസ് പിന്നെ നമ്മുടെ ശരീരത്ത് വരണമെങ്കിൽ നമ്മുടെ ചോദിക്കണം. പിന്നെ ആ സാധനമാണ് ഈ സാധനം. അപ്പൊ ശരിയെന്നാ, ഓക്കെ. അപ്പൊ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.